തിരുവനന്തപുരം നഗരസഭാ നിർണായക കൌൺസിൽ യോഗം തുടങ്ങി. ആർ സുഗതൻ അയോഗ്യതാ ഭീഷണിയിൽ തുടരുന്ന സാഹചര്യത്തിലാണ് യോഗം ചേരുന്നത്. സുഗതൻ തനിക്ക് ഹാജരാകാൻ കഴിയില്ല എന്ന് വിയൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് മുഖേന അവധി അറിയിച്ചു. 6 മാസത്തേക്ക് ഹാജരാകാൻ കഴിയില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഹാജരാകാൻ കഴിയുന്നില്ല എന്ന സുഗതന്റെ അവധി അപേക്ഷ അംഗീകരിക്കുന്നുവെന്ന് മേയർ, പൗണ്ടുകടവ് വാർഡ് കൌൺസിലർ സുധീഷ് ഉൾപ്പെടെ 51 പേർ കൈയുയർത്തി അവധി അപേക്ഷ അംഗീകരിച്ചുവെന്ന് മേയർ വ്യക്തമാക്കി. അയോഗ്യത വരാതിരിക്കാൻ ജയിൽ സൂപ്രണ്ട് മുഖേന തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലിനെ അപേക്ഷ സമർപ്പിക്കാൻ താങ്കൾക്ക് അനുവാദമുണ്ടായിരിക്കുന്നതാണ്. മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് കോർപ്പറേഷൻ കൌൺസിൽ ഈ അവധി അപേക്ഷ വോട്ടിനിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ താങ്കളുടെ കൌൺസിൽ സ്ഥാനം സുരക്ഷിതമായിരിക്കുമെന്ന് അറിയിക്കുന്നു. ഇത് സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് 2026 7 മാസം 2-ാം തീയതി പുറപ്പെടുവിച്ച സർക്കുലറാണ്. സുഗതനെ ഹാജരാവാതിരിക്കാൻ വേണ്ടി അപേക്ഷ സമർപ്പിക്കാമെന്ന് ശബരിനാഥ UDF സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലറാണ്. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. തൃശൂർ ജയിൽ സൂപ്രണ്ട് മുഖാന്തരമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഈ കൗൺസിൽ യോഗം കഴിയുമ്പോഴേക്കും മാധ്യമങ്ങൾക്ക് ഇതിന്റെ കോപ്പി തരുന്നതാണ്. കൗൺസിൽ യോഗം അടുത്ത അജണ്ടയിലേക്ക് കടക്കുകയാണ്. അജണ്ട നമ്പർ 17 മുതൽ ഡെപ്യൂട്ടി മേയർ. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസാക്കിയ 17 മുതൽ 46 വരെയുള്ള അജണ്ടകളും 113 133 വരെയുള്ള അജണ്ടകളും ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഡാൻ, ഇപ്പോഴിതാ സുഗതന്റെ അവധി അപേക്ഷ അംഗീകരിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? വിയൂർ ജയിൽ സൂപ്രണ്ട് മുഖേന സുഗതൻ, വാഴോട്ടുകുളം BJP വാർഡ് കൌൺസിലർ കൂടിയായ സുഗതൻ നഗരസഭാ മേയർക്ക് കൈമാറിയ അവധി അപേക്ഷയാണ് അദ്ദേഹം കൌൺസിലിൽ വായിച്ചത്. അതിനുശേഷം സ്വതന്ത്ര അംഗമായ സുധീഷ് അടക്കം 51 പേരുടെ പിന്തുണയോടെ ഈ അവധി അപേക്ഷ 6 മാസത്തേക്ക് പരിഗണിക്കുന്നതായി മേയർ GT രാജേഷ് കൌൺസിലിനെ അറിയിച്ചതിന് പിന്നാലെയാണ് ഡയസിന് മുമ്പിലേക്ക് പ്രതിഷേധവുമായി UDF-ന്റെയും LDF-ന്റെ കൌൺസിലർമാർ എത്തിയത്. SP ദീപകിന്റെ നേതൃത്വത്തിൽ LDF കൌൺസിലർമാർ മേയറുടെ ഡയസിന് മുമ്പിൽ പ്രചാരണങ്ങൾ ഉയർത്തി പ്രതിഷേധിച്ചു. തൊട്ട് പിന്നിലായി KS ശബരിനാഥന്റെ നേതൃത്വത്തിൽ UDF കൌൺസിലർമാരും ഈ തീരുമാനത്തിനെതിരെ പുതിയ മുദ്രാവാക്യം മുഴക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയ ഉത്തരവിലെ ചില ഭാഗങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് അവധി അപേക്ഷ നൽകുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് മേയർ GT രാജേഷ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കേരള മുനിസിപ്പൽ ആക്ടിനെ വകുപ്പുകൾ ഇറക്കാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആർ സുഗതന്റെ അവധി അപേക്ഷ അംഗീകരിച്ചിരിക്കുകയാണ് നഗരസഭ. അതിലിപ്പോൾ LDF UDF കൌൺസിലർമാർ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് നഗരസഭയിൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഇപ്പോഴിതാ ഈ സുഗതന്റെ അവധി അപേക്ഷ അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ അഴിച്ചുവിടുന്നു. വരും ദിവസങ്ങൾ ഇത് കൂടുതൽ കടുക്കാനുള്ള സാധ്യതയല്ലേ മുന്നിൽ കാണുന്നത്? വികസനകാര്യ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഏതെങ്കിലും അജണ്ടയിൽ ചർച്ച ചെയ്യാൻ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ ആർക്കെങ്കിലും? അപ്പോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ എല്ലാ അജണ്ടയും പാസ്സായിരിക്കുന്നു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ MR ഗോവൻ. സർ, 41 മുതൽ 48 വരെയും 122 മുതൽ 125 വരെയും 1 മുതൽ 47 വരെയുമുള്ള അജണ്ട കൗൺസിൽ അംഗങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് പാസ്സാക്കണമെന്ന് സവിനയം താല്പര്യപ്പെടുന്നു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ ആർക്കെങ്കിലും? ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അജണ്ടകളൊക്കെ പാസ്സായിരിക്കുന്നു. മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പറയാം.
രണ്ട് അജണ്ട മാറ്റിവെക്കുകയാണ്. മെയിൻ അജണ്ടയിൽ 167 അജണ്ട നമ്പർ 167 മാറ്റിവെക്കുകയാണ്. 167 മാറ്റിവെക്കുകയാണ്. ചെയർപേഴ്സൺ വെയിറ്റ് ചെയ്യും. ഒരു മിനിറ്റ്. സപ്ലിമെന്ററി അജണ്ടയിൽ അജണ്ട നമ്പർ 41 മാറ്റിവെക്കുകയാണ്. അതോടൊപ്പം തന്നെ അജണ്ട നമ്പർ 45 മാറ്റിവെക്കുകയാണ്. അജണ്ട നമ്പർ 52 മാറ്റിവെക്കുകയാണ്. ഇത് ഒഴികെയുള്ള ബാക്കിയുള്ള അവതരിപ്പിക്കാം. മെയിൻ അജണ്ടയിലുള്ള 27, 28, 30, 90, 95, 126 മുതൽ 191 വരെ അതിനകത്ത് മേയർ പറഞ്ഞ 167 മാറ്റിവെച്ചുകൊണ്ട് അതുപോലെ തന്നെ സപ്ലിമെന്ററി അജണ്ട പേജ് നമ്പർ 43 മുതൽ 68 വരെ 1 മുതൽ 57 വരെ ഉള്ളതിൽ 41, 43, 52 മാറ്റിവെച്ചുകൊണ്ട് കൗൺസിൽ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. മാറ്റിവെച്ച അജണ്ടകൾ ഒഴികെ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ എല്ലാ അജണ്ടകളും പാസ്സായിരിക്കുകയാണ്. ടൗൺ പ്ലാനിംഗ് ചെയർമാൻ ശ്രീ പാറ്റൂർ രാധാകൃഷ്ണൻ ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ടകളായിരിക്കും. സർ, നഗരാസൂത്രണകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ സപ്ലിമെന്ററി അജണ്ടകളില്ല. മെയിൻ അജണ്ടയിൽ നമ്പർ 192 മുതൽ 199 വരെ അംഗീകാരത്തിനായി കൗൺസിൽ മുമ്പാകെ സമർപ്പിക്കുകയാണ്. ടൗൺ പ്ലാനിംഗ് ആർക്കെങ്കിലും ചർച്ചയിൽ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും നിർദ്ദേശങ്ങൾ? ഒന്നുമില്ല. ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ എല്ലാ അജണ്ടയും പാസ്സായിരിക്കുന്നു. അപ്പീൽകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സിന്ധു ശശി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ചെമ്പഴന്തി ഉദയൻ ഇല്ല. അജണ്ട നമ്പർ 2 വാർഡ് കമ്മിറ്റികൾക്ക് അംഗീകാരം കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അജണ്ട നമ്പർ 2 വാർഡ് കമ്മിറ്റികൾക്ക് അംഗീകാരം കൊടുക്കാനുള്ള അജണ്ട പാസ്സായിരിക്കുകയാണ്. ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അജണ്ട നേരത്തെ അവതരിപ്പിച്ചു പാസ്സായിരിക്കുകയാണ്. മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നമ്പറുകൾ വായിച്ച് ഒഴിവാക്കിയ അജണ്ടകൾ ഒഴികെ ബാക്കി എല്ലാ അജണ്ടകളും പാസ്സായിരിക്കുകയാണ്. പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം. പ്രതിപക്ഷാംഗങ്ങൾ നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം അതൊന്നും കേൾക്കൂ. നിങ്ങൾ മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെ ആവശ്യപ്പെട്ട കാര്യത്തിന് മറുപടി പറഞ്ഞോട്ടെ. നിങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ട മറുപടി പറഞ്ഞോട്ടെ. സംസ്ഥാന സർക്കാരിന് വാഴോട്ടുകോണം വാർഡ് കൗൺസിൽ സമർപ്പിച്ചിരുന്ന അപേക്ഷയിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തന്നെ വാഴോട്ടുകോണം കൗൺസിലർക്ക് കൗൺസിലിൽ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള അപേക്ഷ സമർപ്പിക്കാമെന്ന് ആഭ്യന്തര വകുപ്പ് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്.
ആ സർക്കുലറിന്റെ വെളിച്ചത്തിലും അതുപോലെ തന്നെ പൗണ്ട് കടവ് വാർഡ് കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ സുഗതന്റെ അപേക്ഷയെ പിന്തുണച്ചു. 51 പേർ പിന്തുണച്ച സാഹചര്യത്തിലും അദ്ദേഹത്തിന്റെ അപേക്ഷ അംഗീകരിച്ചിരിക്കുന്നു. കൗൺസിൽ യോഗം അവസാനിപ്പിച്ചിരിക്കുന്നു. സഹകരിച്ച എല്ലാവർക്കും 1000 നന്ദി.